എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിനെ ബോധിപ്പിക്കാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ കേരളത്തിൻ്റെ ഡൽഹി സ്ഥാനപതിയുമായ KV തോമസും കൂടെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണാനായിട്ട് പോയിരുന്നു. ഒരു ചർച്ച നടത്തി. അപ്പോൾ അതിനെപ്പറ്റി പത്രക്കാർ KV തോമസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നല്ല ഫുഡിന് നല്ല പുട്ടും കടല നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു, നല്ല പുട്ടും കടല ആയിരുന്നു. അതിൻ്റെ ടേസ്റ്റിനെ പറ്റി, അതിൻ്റെ ഉപ്പിനെ പറ്റിയും മുളകിനെ പറ്റിയും മസാലക്കൂട്ടിനെ പറ്റിയൊക്കെയാണ് KV തോമസ് പറഞ്ഞത്. KV തോമസിൻ്റെ ഈ അടുക്കള രാഷ്ട്രീയത്തെപ്പറ്റി നമുക്ക് നേരത്തെ കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതായത് KV തോമസിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തിരുത രാഷ്ട്രീയമാണ്. ഈ തിരുത കറി വെച്ച് കൊടുത്താണ് KV തോമസ് കോൺഗ്രസിൽ കയറി പറ്റിയതും ഈ ഒരുപാട് സ്ഥാനമാനങ്ങളെല്ലാം നേടിയത്. അപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് ചെറിയൊരു ഇടിവ് സംഭവിച്ചപ്പോഴാണ് അദ്ദേഹം മറുകണ്ഠം ചാടി ഇപ്പം പിണറായിയുടെ അടുക്കളയിലൊക്കെ കയറി കൂടിയത്. അപ്പോൾ പിണറായിയുടെ അടുക്കളയിലെ പുട്ടിൻ്റെ കാര്യമാണ് ഇപ്പം നിർമ്മല സീതാരാമനോട് KV തോമസ് പറയുന്നത്. അതായത് പത്രക്കാർ ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്ന് കേൾക്കുക, അതിന് മറ്റേ ചുക്കെന്ന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കേരളത്തിലെ ഏറ്റവും നിർണായകമായ സാമ്പത്തിക പ്രതിസന്ധി ഈ ആശാവർക്കർമാരുടെ സമരം, ഇതിന് ഈ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിന് കേന്ദ്ര വിഹിതം കിട്ടില്ല എന്നുള്ള പരാതി. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി കേന്ദ്രത്തിനെ ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ദൗത്യ സംഘമായിരുന്നു ഇത്. അപ്പോൾ നിർണായകമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതിനെപ്പറ്റി അന്വേഷിച്ച മാധ്യമ പ്രവർത്തകരോട് പുട്ടിൻ്റെ ഗുണഗണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂണ്. ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് എടുത്താൽ മതി, സ്ഥിരമായിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യേണ്ട സമയമല്ല. ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് എന്തുവാണെന്ന് ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. അതായത് ഇത് പുട്ടാണ്, നമ്മുടെ പുട്ടാണ്, കേരളത്തിൻ്റെ വികസന പുട്ടാണ്. അതായത് കേരളത്തിലെല്ലാം വികസിപ്പിച്ച് കഴിഞ്ഞു. പുട്ടൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് വികസിച്ചു. ഈ നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗമാണ്, ദക്ഷിണേന്ത്യക്കാരിയാണ്. പക്ഷേ അവരൊന്നും ഇത്രയും വലിയ പുട്ട് കണ്ടിട്ടില്ല. കേരളത്തിൻ്റെ പുട്ടിൻ്റെ ആ ഒരു വലിപ്പം കണ്ട അദ്ദേഹം അവർ അന്തം വിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മുടെ തേങ്ങ ചിരകിയത് ഇട്ടിരിക്കുകയാണ്. ഭയങ്കരമായ വികസനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വികസന പുട്ടിൻ്റെ ഒരു പരിച്ഛേദം, ഈ വികസന പുട്ടാണ് നമ്മൾ കാണുന്നത്. കേന്ദ്രമന്ത്രി പോലും അന്തം വിട്ടിരിക്കുക കേരളത്തിൻ്റെ പുട്ട് കണ്ടിട്ട്. ഒന്നിലധികം തവണ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുകയും കോളേജ് പ്രൊഫസറുമൊക്കെ ആയിരുന്ന ഒരു പുങ്കവനാണ് ഈ ഒരു തൻ്റെ കൊക്കിലൊതുങ്ങാത്ത വിധത്തിൽ ശമ്പളവും ബത്തുകളും ഒക്കെ മേടിച്ചുകൊണ്ട് ഡൽഹിയിൽ വാണരുളുന്ന KV തോമസിൻ്റെ ജൽപ്പനമാണ് ഈ കേട്ടത്. പുട്ടിൻ്റെ മഹാത്മ്യമാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തോ എന്ന് മീഡിയാസ് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പുട്ടിൻ്റെ മഹാത്മ്യമാണ്. അപ്പോൾ കേരളത്തിലെ വികസന പുട്ടാണിത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നിർമ്മല സീതാരാമൻ വരെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഇതിൻ്റെ
പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഇരട്ടച്ചങ്കനാണ്. ഇരട്ടച്ചങ്കന് പ്രത്യേകിച്ച് ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും അറിയാൻ മേലാത്തവരാണ് ഇരട്ടച്ചങ്കൻ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഇദ്ദേഹമാണ്, തോമസ് മാഷാണ്. അപ്പോൾ മറ്റേ കാർട്ടൂൺ സമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരു ഡയലോഗുണ്ട്. നമുക്ക് ആ ഡയലോഗും വരച്ചിട്ട് ഇത് മറ്റേ ചെറുതായിട്ടൊരു ടച്ചും കൂടെ ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് നമുക്ക് കൊടുക്കണം. ഇത് നമുക്ക് ടൈപ്പ് ചെയ്ത് ഇവിടെ വെക്കാം. കേരളത്തിൻ്റെ വികസന പുട്ടാണ് മാഡം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പുട്ടൊക്കെ എന്തുമാത്രം വികസിച്ചെന്നറിയാമോ? അപ്പോൾ നമുക്ക് ഇത് ഫൈനൽ ടച്ച് നമുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.